Peace Radio. Tune to reality. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ 13-ാം മൊഡ്യൂളിൻ്റെ തുടക്കഭാഗത്തിലാണ് നമ്മൾ ഈ ഒരു അനുഗ്രഹീത സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇത് സന്മാർഗ സരണിയാണ്. ഇത് സുവ്യക്തമായ മൊഴികളുടെയും വചനങ്ങളുടെയും വേദമാണ്. ആ സുവ്യക്ത വചനങ്ങൾ സത്യവും അസത്യവും വേർതിരിക്കുമാറാണ്, വഴികാട്ടിയുമാണ്. വഴിയറിയാൻ, സത്യത്തെ തിരിച്ചറിയാൻ, സന്മാർഗം സിദ്ധിക്കാൻ ഈ വിശുദ്ധ വചനത്തെ പാരായണം ചെയ്ത് പഠിപ്പിച്ച് പകർത്തി പരിശ്രമശാലികളായാൽ മാത്രമേ, എന്തിനു വേണ്ടിയാണോ വിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്, ഏതൊരു നിലയിലാണോ വിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്, അത് സാക്ഷാത്കരിക്കുവാൻ നമുക്കാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ വിജ്ഞാനങ്ങളുടെ വൈവിധ്യങ്ങളാണ്, വിഷയങ്ങളുടെ വൈവിധ്യങ്ങളാണ്. ഒരു കവി പറഞ്ഞില്ലേ, അല ഇന്നമൽ ഖുർആനു തിസ്അതു അഹ്റുഫിൻ സഉംബികഹാ ഫീ ബൈതി ശിഅരിൻ ബിലാ ഖലലി ഹലാലുൻ ഹറാമുൻ മുഹ്കമുൻ മുതശാബിഹു ബഷീറുൻ നദീറുൻ ഖിസ്സത്തുൻ ഇളതു മസലി എന്ന്. അറിയുക, വിശുദ്ധ ഖുർആൻ 9 വിഷയങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. കലർപ്പൊന്നുമില്ലാതെ ഒരു വരി കവിതയിൽ ഞാനത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കവി പറഞ്ഞു, ഹലാലുൻ ഹറാമുൻ മുഹ്കമുൻ മുതശാബിഹു. വിശുദ്ധ ഖുർആനിൽ ഹലാൽ എന്ത് ഏവ, ഹറാം എന്ത് അത് ഏവ. അപ്രകാരം മുഹ്കമായ വചനങ്ങൾ, അർത്ഥവും ആശയവും ഏവർക്കും പ്രാപ്യമാകും വിധമുള്ള വചനങ്ങൾ. മുതശാബിഹു, അർത്ഥവും ആശയവും സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത വിധം, എന്നാൽ പണ്ഡിതന്മാർക്ക്, അഭ്യസ്ത വിദ്യർക്ക് പഠിച്ചു പറയാനാവും വിധമുള്ള വചനങ്ങൾ. കവി തുടരുന്നു, ബഷീറുൻ നദീറുൻ. വിശുദ്ധ ഖുർആനിൽ സുവാർത്തകളും സുവിശേഷങ്ങളുമാണ്, ഒപ്പം അപായ സൂചനകളും അപകട മുന്നറിയിപ്പുമുള്ള വചനങ്ങളാണ്. ഖിസ്സത്തുൻ ഇളതുൻ, കഥകളും സാരോപദേശങ്ങളും, പിന്നെ മസൽ, ഉപമയും. ഹലാൽ ഹറാം മുഹ്കം മുതശാബിഹ് ബഷീർ നദീർ ഖിസ്സ ഇളത് മസൽ, ഇങ്ങനെ വൈവിധ്യമാർന്ന 9 വിഷയങ്ങൾ. ഇതാണ് വിശുദ്ധ ഖുർആൻ എന്നിവിടെ പരിചയപ്പെടുത്തുന്നു. നിഅമസ്സമീറു കിതാബുല്ലാഹി ഇന്ന ലഹു ഹലാവതൻ ഹിയ അഹ്ലാ മിൻ ജനദ്ദർബി ബിഹി ഫുനൂനുൽ മആനി ഖദ് ജമഅന ഫമാ തഫ്തറു മിൻ അജബിൻ ഇല്ലാ ഇലാ അജബി അംറുൻ വനഹ്യുൻ വഅംസാലുൻ വമൗഇളതുൻ വഹിക്മത്തുൻ ഊദിഅത് ഫി അഫ്സഹിൽ കുതുബി ലതായിഫു യജ്തലീഹാ കുല്ലു ദീ ബസറിൻ വറൗദത്തുൻ യജ്തനീഹാ കുല്ലു ദീ അദബി. ഇതാണ് മറ്റൊരു കവിയുടെ വിലയിരുത്തൽ. അതിൽ അള്ളാഹുവിൻ്റെ കിതാബ് രാത്രി വർത്തമാനത്തിന് എത്ര നല്ല കൂട്ടുകാരനാണ്. അതിനൊരു മാധുര്യമുണ്ട്, അത് വെളുത്ത തേനിനേക്കാൾ മധുരമൂറുന്നതാണ്. ആശയങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ വിശുദ്ധ ഖുർആനിൽ സംഗമിച്ചിരിക്കുന്നു. ബിഹി ഫുനൂനുൽ മആനി ഖദ് ജമഅന ഫമാ തഫ്തറു മിൻ അജബിൻ ഇല്ലാ ഇലാ അജബി. വിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുതം കണ്ടെത്തി ക്ഷീണിതനായാൽ പിന്നീട് എഴുന്നേൽക്കുന്നത് മറ്റൊരു അത്ഭുതത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിൽ ആശയങ്ങളുടെ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഏതാണവ? അംറുൻ വനഹ്യുൻ വ അംസാലുൻ വ മൗഇളതുൻ വ ഹിക്മത്തുൻ, കൽപ്പനകൾ, വിരോധങ്ങൾ, ഉപമകൾ, സാരോപദേശങ്ങൾ, തത്വജ്ഞാനങ്ങൾ, ഇതൊക്കെയും ഊദിഅത് ഫി അഫ്സഹിൽ കുതുബി, ഏറ്റവും സാഹിത്യം തുളുമ്പുന്ന ഒരു കിതാബിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ലതായിഫു യജ്തലീഹാ കുല്ലു ദീ ബസറിൻ, ഉൾക്കാഴ്ചയുള്ള എല്ലാവർക്കും തെളിഞ്ഞു കാണുന്ന ആശയങ്ങൾ. വറൗദത്തുൻ യജ്തനീഹാ കുല്ലു ദീ അദബി, അദബുള്ള എല്ലാവർക്കും പറിച്ചെടുക്കാവുന്ന ഫലഭൂയിഷ്ടമായ തോട്ടം. ഇതാണ് വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട വിഷയങ്ങളെയാണ്, വിധികളെയാണ്, വിഭവങ്ങളെയാണ് ഏതാനും കവിതകളിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, വിശുദ്ധ ഖുർആനിലെ പേജുകൾ മറിക്കുന്ന നമ്മളൊക്കെ അതിലുള്ള ഈ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ വിധികൾ അറിഞ്ഞു മനസ്സിലാക്കിയാണോ, പഠിച്ചു ഗ്രഹിച്ചാണോ നമ്മളുടെയൊക്കെ പാരായണം
എന്ന് നമ്മളിവിടെ ആലോചിക്കേണ്ടതുണ്ട്. അന്ന് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആളുകളോട് സഗൗരവം പറഞ്ഞ ഒരു വിഷയമുണ്ട് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ. അതെന്താണ്? ലാ തഹുസ്സുൽ ഖുർആന ഹസ്സ അശ്ശിർ വലാ തൻസുറൂഹു നസ്റ അദ്ദഖൽ വഖിഫു ഇൻദ അജായിബി വഹർരികു ബിഹിൽ ഖുലൂബ് വലാ യകുൻ ഹമ്മു അഹദികും ആഖിറ സൂറ. എന്താണ് ഈ പറഞ്ഞത്? ലാ തഹുസ്സുൽ ഖുർആന ഹസ്സ അശ്ശിർ, കവിത വേഗത്തിൽ ചൊല്ലുന്നത് പോലെ നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ പാരായണം നിർവഹിക്കരുത്. കവിത ചൊല്ലുമ്പോൾ അതിൻ്റെ ആശയമെന്ത്, പൊരുളെന്ത് എന്നൊന്നും മുഖവിലക്കെടുക്കാതെ ഈണത്തിൽ ഏറ്റുപാടി പെട്ടെന്ന് ചൊല്ലിപ്പോകുന്ന പതിവാണ് പലർക്കും. അതുപോലെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുതേ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. തീർന്നില്ല, അദ്ദേഹം തുടരുന്നു. വലാ തൻസുറൂഹു നസ്റ അദ്ദഖൽ, ഈത്തപ്പനയിൽ നിന്ന് വാടിയുണങ്ങിയ കാരക്കകൾ കുലുക്കി വീഴ്ത്തുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും വിശുദ്ധ ഖുർആന്റെ പാരായണം നിർവഹിക്കരുത്. വഖിഫു ഇൻദ അജായിബി, വിശുദ്ധ ഖുർആനിൽ അത്ഭുതങ്ങൾ ധാരാളമാണ്, അവിടെയെല്ലാം നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിൽക്കേണ്ടതുണ്ട്, ആലോചിക്കുന്നവരായി, ചിന്തിക്കുന്നവരായി. വഹർരികു ബിഹിൽ ഖുലൂബ്, വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഹൃദയങ്ങളെ ചലിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാവും അധരങ്ങളും മാത്രമല്ല ചലിക്കേണ്ടത് ഖൽബുകളാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. വലാ യകുൻ ഹമ്മു അഹദികും ആഖിറ സൂറ, നിങ്ങൾ ആരുടെയും വിചാരം ഈ സൂറത്തൊന്ന് തീർന്നെങ്കിൽ, ഇതിൻ്റെ അവസാനത്തിലൊന്ന് എത്തിയെങ്കിൽ എന്നതാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമ്മി അബ്ദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച, ഇറങ്ങിയത് എങ്ങനെയാണോ അതുപ്രകാരം ഖുർആൻ സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ പാരായണം സ്വീകരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന്. പാട്ടുപാടും പോലെ, കവിത ചൊല്ലും പോലെ, ബൈത്തുകൾ നിർവഹിക്കുന്നത് പോലെയുള്ള പാരായണം പാടില്ല എന്ന് അദ്ദേഹം വിലക്കുകയാണ്. അദ്ദേഹം നിർദ്ദേശിച്ചതുപോലുള്ള പാരായണം ആകുമ്പോഴാണ് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് ആ ലക്ഷ്യം സാധ്യമാവുക. അന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് 2 പേർ വരികയുണ്ടായി. ഹക്കീം ഇബ്നു അഫ്ലഹ് അൽ ഹിജാസിയും സഅദ് ഇബ്നു ഹിഷാമും. ഇരുവരും താബിഈങ്ങളിൽ വിശ്രുതരാണ്. ഹക്കീം ഇബ്നു അഫ്ലഹ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചപ്പോൾ മഹദി ചോദിച്ചു, വമൻ മഅക്, ഹക്കീം നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? അപ്പോൾ ഹക്കീം ഇബ്നു അഫ്ലഹ് പറഞ്ഞു, സഅദ് ഇബ്നു ഹിഷാം, എൻ്റെ കൂടെ സഅദ് ഇബ്നു ഹിഷാം ഉണ്ട്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ തിരിച്ചൊരു ചോദ്യം, ഹിഷാം ഇബ്നു ആമിർ അല്ലദീ ഖുതില യൗമ ഉഹുദിൻ, ആമിറിൻ്റെ മകൻ ഹിഷാമിൻ്റെ മകൻ സഅദാണോ? ആമിർ ഉഹുദ് യുദ്ധദിനം രക്തസാക്ഷിയായ മഹാനാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ഈ സഅദിൻ്റെ വല്യാപ്പ ആമിർ എന്നവരെ അവിടെ പ്രത്യേകം പരാമർശിച്ചത്. ഹക്കീം ഇബ്നു അഫ്ലഹ് പറഞ്ഞു, നഅം, അതെ, സഅദ് ഇബ്നു ഹിഷാം ഇബ്നു ആമിർ അദ്ദേഹമാണ് കൂടെയുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, നിഅമൽ മർഉ കാന ആമിറുൻ, ഈ സഅദിൻ്റെ വല്യാപ്പ ആമിർ എത്ര നല്ല മനുഷ്യനായിരുന്നു. മഹദി ആമിർ എന്നവർക്ക് ആമിർ ഇബ്നു ഉമയ്യ ഇബ്നു ഖശ്ഖാഷ് അന്നജാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി റഹ്മത്തിന് വേണ്ടി അവിടെ തേടുകയുണ്ടായി എന്നൊക്കെ ഈ സംഭവം നിവേദനം ചെയ്ത ആ നിവേദനത്തിൽ വായിക്കുവാൻ സാധിക്കും. ഹക്കീം ഇബ്നു അഫ്ലഹും സഅദ് ഇബ്നു ഹിഷാം ഇബ്നു ആമിറും എന്തിനാണ് ഉമ്മുൽ മുഅ്മിനീനെ തേടി വന്നത്, സമ്മതം ചോദിച്ച് അവിടേക്ക് ചെന്നത്? യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസീനി അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുൽ മുഅ്മിനീൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാലും ഇതാവശ്യപ്പെട്ടാണ്. ഹക്കീമാണ് ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് മഹദി പറഞ്ഞു, അലസ്ത തഖ്റഉൽ ഖുർആൻ, ഹക്കീം താങ്കൾ ഖുർആൻ ഓതാറില്ലേ? ഫഇന്ന ഖുലുഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ, എങ്കിൽ അറിഞ്ഞോ തീർച്ചയായും തിരുദൂതരുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനായിരുന്നു. ഇവിടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി അലസ്ത തഖ്റഉൽ ഖുർആൻ എന്ന ഒരു മറുചോദ്യവും ഫഇന്ന ഖുലുഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ എന്ന ഒരു അനുബന്ധവും ചേർന്നായിരുന്നു. അതെന്തിന്? ഇമാം അൽ ഖാദി ഇയാദ് റഹിമഹുല്ല പറയുന്നത്, ഐ ഖുലുഖുഹു കാന ജമീഉ മാ ഹസല ഫിൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടതെല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞാൽ
فإن كل ما استحسنه وأثنى عليه ودعا إليه فقد تحلى به. വിശുദ്ധ ഖുർആൻ നല്ലതായി ഗണിച്ചതെല്ലാം, വഅസ്ന അലൈഹി വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചതെല്ലാം, വദഅ ഇലൈഹി വിശുദ്ധ ഖുർആൻ ഏതൊന്നിലേക്ക് ക്ഷണിച്ചോ അതെല്ലാം, ഫഖദ് തഹല്ലാ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഭാവമായി അതെല്ലാം സ്വീകരിച്ചിരുന്നു. വകുല്ല മസ്തഹ്ജനഹു വനഹ അൻ വിശുദ്ധ ഖുർആൻ വിഗണിച്ചത്, വിരോധിച്ചത് എന്തെല്ലാമുണ്ടോ, തജന്നബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയെല്ലാം വിട്ടകന്നു. വതഖല്ലാ അൻ അതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവായി. ഫകാനൽ ഖുർആനു ബയാന ഖുലുഖിഹി അതിനാൽ തന്നെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിവരണമായിരുന്നു, അല്ലെങ്കിൽ വിവരണമായി തീർന്നു എന്നാണ് മഹാൻ പറയുകയുണ്ടായത്. വിശുദ്ധ ഖുർആൻ എന്തെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ആ വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നും പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഈ രീതിയിൽ ഹക്കീമിനോടും സഅദിനോടും റഹിമഹുമല്ലാഹ് പ്രതികരിക്കുകയുണ്ടായത്. പണ്ഡിതന്മാർ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ യഅമലു ബിഹി ഫീ നഹാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ കൊണ്ട് തിരുദൂതർ പകലന്തിയോളം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. വയഖൂമു ബിഹി ഫീ ലൈലി അന്തിയായാൽ ഖുർആൻ ഓതി നിസ്കരിച്ചു. ഫഹുവ ഖായിമുൻ ബിഹി ആമിലുൻ ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ രാവിലും പകലിലും ഖുർആൻ അനുസരിച്ച് അമലെടുക്കുന്നവനായിരുന്നു തിരുദൂതർ. ഖുർആൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനായിരുന്നു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യത്റുകുഹു ലഹ്ദതൻ മിനൽ ലഹ്ദാത്ത് ഒരു നിമിഷമെങ്കിലും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുമായിരുന്നില്ല അവിടുന്ന്. ബൽ കാന യുതർജിമുൽ ഖുർആന വയുബയ്യിനുഹു ലിന്നാസ് ബിഖൗലിഹി വഅമലിഹി വസായിരി ശഅനി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനെ വിവർത്തനം ചെയ്തും ലോകർക്ക് വിവരിച്ചും വർത്തിച്ചു. അവിടുത്തെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മറ്റു കാര്യങ്ങൾ കൊണ്ട്. സഹോദരന്മാരെ, ഈ ഒരു ചരിത്രവും അതിനെ തുടർന്ന് പണ്ഡിതന്മാരുടെ ഈ മൊഴികളും ഇവിടെ ഉണർത്തിയത് വിശുദ്ധ ഖുർആൻ ആദർശവും സ്വഭാവവുമായി മാറണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ ഏറ്റെടുത്തത്, എങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. അതിലെ ആശയങ്ങൾ ഗ്രഹിച്ചാണ്, വിഷയം മനസ്സിലാക്കിയാണ്, പൊരുളുകൾ അറിഞ്ഞാണ്, വിധിയും തേട്ടവും പഠിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് പിടച്ച, കണ്ണ് കരഞ്ഞ, കൽബ് നീറിയ ചരിത്രങ്ങൾ പലത് നമ്മൾ തിരുചരിതത്തിൽ വായിക്കുന്നത്. ഒരു ഉദാഹരണം ഇവിടെ നമുക്ക് വായിക്കാം. അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുമാ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറയുന്നു, തലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലല്ലാഹ് ഫി ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വചനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി. ഏതാണ് ആ വചനം? അത് റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം എന്ന വചനമാണ്. വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് വേദനിച്ചു പറഞ്ഞ വചനം. എൻ്റെ റബ്ബേ, ഈ വിഗ്രഹങ്ങൾ ധാരാളം മനുഷ്യരെ പിഴപ്പിച്ചു. ഈ മനുഷ്യരിൽ എന്നെ പിന്തുടർന്നവർ എന്നിൽപ്പെട്ടവനാണ്. എന്നോടെതിരെ പ്രവർത്തിക്കുന്നവർ നീ ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണല്ലോ. ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ തേട്ടം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കലാമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഓതിയത് വഖൗല ഈസ അലൈഹിസ്സലാം ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വചനമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അള്ളാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അവർ നിന്റെ ദാസരാണ്. നീ അവർക്ക് പൊറുക്കുകയാണെങ്കിലോ തീർച്ചയായും നീ എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന അജയ്യനാണ്, നീ യുക്തിജ്ഞനുമാണ്. ഈ വചനങ്ങൾ ഓതിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ് പറയുന്നത്, ഫറഫഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇരു കരങ്ങളും ഉയർത്തി, വഖാൽ എന്നിട്ട് കേണു, എന്ത്? അല്ലാഹുമ്മ ഉമ്മതി ഉമ്മതി വബക അള്ളാഹുവേ എൻ്റെ ഉമ്മത്തികൾ, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തികൾ. അവിടുന്ന് കരയുകയുണ്ടായി. ഉമ്മത്തികളുടെ വിഷയം പറഞ്ഞ് തിരുദൂതർ കരഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്. യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ
വറബ്ബുക അഅലം ഫസൽഹു മാ യുബ്കീക്. ജിബ്രീൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകൂ. ഫസൽഹു മാ യുബ്കീക്, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കൂ. അള്ളാഹ്ക്കറിയാം എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് എന്ന്. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം ഉന്നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിയോഗിക്കുകയാണ്. ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുസവിധത്തിലെത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം ചോദിച്ചു. താൻ കരഞ്ഞതെന്തിനെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പ്രതികരിച്ചതെന്താ? യാ ജിബ്രീലു ഇദ്ഹബി ഇലാ മുഹമ്മദിൻ, ജിബ്രീൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലൂ. ഫഖുൽ ലഹു, എന്നിട്ട് പറയൂ, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക വലാ നസൂഉക്, താങ്കളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ ഞാൻ താങ്കളെ തൃപ്തിപ്പെടുത്തും, താങ്കളെ ഒരിക്കലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നാണ്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അവിടുത്തെ മനസ്സ് പിടച്ചത്, കണ്ണ് കരഞ്ഞത്, അവിടുന്ന് കേണത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അതെങ്ങനെ സാധ്യമായി? അതെന്തുകൊണ്ടുണ്ടായി? പാരായണം ചെയ്യുന്നതെന്ത്, ഓതുന്നതെന്ത് എന്നറിഞ്ഞതിനാൽ, അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചതിനാൽ, പാരായണം ചെയ്യുന്നതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടതിനാൽ. അങ്ങനെയായിരിക്കണം നമ്മളുടെയും പാരായണങ്ങളും പഠനങ്ങളും. ഇമാം അൽ ആജുരി റഹിമഹുല്ല പറഞ്ഞില്ലേ, അൻ യതസഫഹൽ ഖുർആൻ ലിയുഅദ്ദിബ ബിഹി നഫ്സഹു, ഒരാൾ വിശുദ്ധ ഖുർആൻ്റെ ഏടുകൾ മറിക്കേണ്ടത് ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ മര്യാദയുള്ളവനാക്കുവാൻ വേണ്ടിയാണ്, അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഹിമ്മതുഹു മത അകൂനു മിനൽ മുത്തഖീൻ, ഖുർആൻ്റെ ഏടുകൾ മറിക്കുമ്പോൾ ഒരാളുടെ ചിന്ത എപ്പോഴാണ് ഞാൻ മുത്തഖീങ്ങളിൽ ഒരാളാവുക എന്നതായിരിക്കണം. മത അകൂനു മിനൽ ഖാശിഈൻ, എപ്പോഴാണ് ഞാൻ ഭക്തജനങ്ങളിൽപ്പെട്ടവനാവുക എന്നതായിരിക്കണം. മത അകൂനു മിനസ് സാബിരീൻ, എപ്പോഴാണ് ഞാൻ ക്ഷമാലുക്കളിലാവുക എന്നതായിരിക്കണം. മത അസ്ഹദു ഫി ദുന്യ, ഭൗതിക ജീവിതത്തിൽ ഞാൻ വിരക്ത ജീവിതം നയിക്കുന്നവൻ എപ്പോഴാകും. മത അൻഹ നഫ്സി അനിൽ ഹവ, ജഡികച്ചയിൽ നിന്ന് എൻ്റെ നഫ്സിനെ ഞാൻ എപ്പോൾ വിലങ്ങും വിരോധിക്കും. ഇതൊക്കെയായിരിക്കണം ഖുർആൻ്റെ ഏടുകൾ മറിക്കുമ്പോൾ ഒരാളുടെ വിചാരവും ചിന്തയും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാകാറുണ്ടോ? ഈ ചിന്തകൾ ഉണ്ടാകാൻ ഏടുകൾ മറിച്ച് വായിക്കുമ്പോൾ, ഓതുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ എന്താണ് ഓതുന്നത്, എന്താണ് പാരായണം ചെയ്യുന്നത് എന്നത് അറിയുവാൻ, ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? വിശുദ്ധ ഖുർആനാൽ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ധന്യരാകുവാൻ, അനുഗ്രഹീതരാകുവാൻ നമ്മൾ യഥാവിധം അതിനെ മുഖവിലക്കെടുക്കുക തന്നെ വേണം. അത് കേവലം പാരായണം കൊണ്ട് മാത്രം സാധ്യമാവുകയില്ല. പാരായണം ചെയ്യുന്നതോടൊപ്പം പഠിക്കുകയും പകർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ധന്യത നമുക്ക് വിശുദ്ധ ഖുർആനാൽ നേടാൻ സാധിക്കുക. ബഹുമാന്യ പണ്ഡിതൻ മജിദുദ്ദീൻ അബു താഹിർ അൽ ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമ്മീസ് ഫി ലതായിഫിൽ കിതാബിൽ അസീസ് എന്ന മഹൽ രചനയിൽ അള്ളാഹുവിൻ്റെ മഹബത്ത്, ഇഷ്ടം നേടിത്തരുന്ന 10 കാര്യങ്ങളെ ക്രമപ്രകാരം എണ്ണുകയുണ്ടായി. വൽ അസ്ബാബുൽ ജാലിബത്തുലിൽ മഹബത്തി അഷ്റത്തുൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് എണ്ണുന്നത്. അതിൽ അദ്ദേഹം ആദ്യമായി എണ്ണിയത് അൽ അവ്വലു ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫഹുമി ലിമആനിഹി വതഫത്തുനി മുറാദില്ലാഹി മിൻ എന്ന് പറഞ്ഞാണ്. ഇതാണ് ഒന്നാമത്തേത് അദ്ദേഹം എണ്ണിയത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. എങ്ങനെ? ബിത്തദബ്ബുരി വത്തഫഹും, ചിന്ത നട്ട് ഗ്രഹിച്ചു മനസ്സിലാക്കി. ആരെ? ലിമആനിഹി, വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ. അതേപോലെ വതഫത്തുനി മുറാദില്ലാഹി മിൻ, അള്ളാഹുവിൻ്റെ മുറാദ് വിശുദ്ധ ഖുർആനിൽ എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള പാരായണം. അതാണ് റബ്ബിൻ്റെ മഹബത്ത് നേടാൻ ഒന്നാമത്തെ കാരണമായി അദ്ദേഹം എണ്ണുന്നത്. പിന്നീട് അദ്ദേഹം തുടർന്ന് 9 കാരണങ്ങളെ നിരത്തുന്നുണ്ട്. അവസാനം 3 വരി കവിതയിൽ ഈ 10 കാര്യങ്ങളെയും അദ്ദേഹം സംഗ്രഹിച്ചു, ക്രോഡീകരിച്ചു. അതിപ്രകാരമാണ്: തിലാവത്തു ഫഹ്മിൻ മഅലുസൂമി നവാഫിലി വദിക്റുൻ ദവാമൻ വൻകിസാറുൻ ബിഖൽബിഹി വഈസാറു മാ യുർദി ശുഹൂദ അതാഇഹി വവഖ്തു നുസൂലിൽ ഹഖ് യഖ്ലു ബിറബ്ബിഹി മുതാലഅത്തുൽ അസ്മാ മുജാലസത്തുൽ ഖുദ
മുജാനബത്തുൽ അഹ്വ ജവാലിബു ഹബ്ബിഹി എന്നാണ്. ഗ്രഹിച്ച് മനസ്സിലാക്കി ഖുർആൻ പാരായണം. തിലാവത്തു ഫഹ്മിൻ മഅലുസൂമി നവാഫിലി, ഫർദ് നിസ്കരിക്കുന്നതോടൊപ്പം ഐച്ഛിക നിസ്കാരങ്ങൾ നിത്യമാക്കുക. വദിക്റുൻ ദവാമൻ, നിത്യമായി ദിക്ർ എടുക്കുക. വൻകിസാറും ബി ഖൽബിഹി, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം വിനയപ്പെടുക. വ ഈസാറുമായുർദി, അള്ളാഹിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക സ്വന്തം ഇച്ഛയേക്കാൾ. ഷുഹൂദ അതാഇഹി, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതുമൊക്കെ അള്ളാഹുവിൻ്റേതാണെന്ന് സാക്ഷി പറയുക, അതിന് സാക്ഷിയാവുക. വവഖ്തു നുസൂലിൽ ഹഖ് യഖ്ലു ബി റബ്ബിഹി, രാവിൻ്റെ യാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാനമിറങ്ങുമ്പോൾ ആ റബ്ബുമായി ഒഴിഞ്ഞുകൂടുവാൻ സമയം കാണുക. മുതാലഅത്തുൽ അസ്മാ മുജാലസത്തുൽ ഖുദ, അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ പഠിക്കുക, സൽവൃദ്ധരോടൊപ്പം കൂടിയിരിക്കുക. മുജാനബത്തുൽ അഹ്വ, ജഡികേച്ഛകളോട് വിട്ടകലുക. ഈ 10 കാര്യങ്ങൾ ജവാലിബു ഹുബ്ബിഹി, അള്ളാഹുവിൻ്റെ ഹുബ്ബ് നേടിത്തരുന്ന കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ നിങ്ങൾ, പടച്ച റബ്ബിൻ്റെ പ്രീതി നേടാൻ പ്രഥമമായി പറഞ്ഞത് ഗ്രഹിച്ചു മനസ്സിലാക്കി ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നുള്ളതാണ്. ബുറൈദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് അനുസ്മരിച്ച് ഈ ഒരു തുടക്ക ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, ഒരാൾ ഖുർആൻ പാരായണം ചെയ്തു, ഖുർആനെ പഠിച്ചു, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചു, പാരായണം ചെയ്തു, പഠിച്ചു, പകർത്തി എങ്കിൽ ഉൽബിസ യൗമൽ ഖിയാമത്തി താജം മിൻ നൂരിൻ, അന്ത്യനാളിൽ അയാൾ പ്രകാശത്താൽ ഒരു കിരീടം ധരിപ്പിക്കപ്പെടും. ദൗഉഹു മിസ്ല ദൗഇ ശംസ്, ആ കിരീടത്തിൻ്റെ വെട്ടം, പ്രകാശം സൂര്യപ്രകാശത്തിന് സമാനമായിരിക്കും. തീർന്നില്ല. വയുക്സ വാലിദാഉ ഹുല്ലതാനി, ഈ ഖുർആൻ പഠിതാവിൻ്റെ മാതാപിതാക്കൾക്ക് 2 ഹുല്ലകൾ ധരിപ്പിക്കപ്പെടും, 2 വസ്ത്രങ്ങൾ. ലാ തഖൂമു ബിഹിമദ്ദുന്യ, ഈ ദുനിയാവിൽ ഒന്നുമേ ആ 2 വസ്ത്രങ്ങളോടും കിടയക്കുകയില്ല, അത്രമേൽ അമൂല്യമായ വസ്ത്രങ്ങൾ. എത്രത്തോളം ഫയഖൂലാനി, തങ്ങൾ ഇത് ധരിപ്പിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കൾ ചോദിക്കും, ബിമ കുസീന ഹാദ, ഈ വസ്ത്രം എന്തിനാണ് ഞങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഫയുഖാൽ, അപ്പോൾ അവരോട് പ്രതികരിക്കുന്നത്, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങൾ ഇരുവരുടെയും സന്തതി ഖുർആൻ പഠിച്ചതിനാൽ എന്നാണ്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്ന ഹദീസ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം മാത്രമല്ല, പിന്നെയോ മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, പാരായണവും പഠനവും അത് പകർത്തലുമൊക്കെ പ്രാവർത്തികമാക്കി തെളിയിക്കലുമൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പഠിക്കുവാനുള്ള തരപ്പെടുത്തപ്പെട്ട അവസരങ്ങളെ, വിശേഷിച്ച് നമ്മുടെ ഈ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളെ മുഖവിലക്കെടുക്കാനും പഠിക്കാനും പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ സൂറത്തുൽ ബഖറയിലെ 159-ാം വചനം അതാണ് തുടർന്ന് പഠിക്കുവാനുള്ളത്. ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതിൽ പ്രതിപാദ്യം. അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗം, സത്യം, അത് പൂഴ്ത്താനോ തമസ്കരിക്കാനോ ഉള്ളതല്ല. പ്രത്യുത അത് പറയാനും പഠിപ്പിക്കാനും സാക്ഷ്യം പറയാനും ഉള്ളതാണ്. പഠിച്ചു പറഞ്ഞാൽ അവർക്കെന്ത്, പൂഴ്ത്തിയവർ തമസ്കരിച്ചവർ അവർ ആര്, അവർക്കെന്ത് തുടങ്ങിയ വിഷയങ്ങൾ അതാണ് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സംരംഭത്തിൽ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ യഥാവിധം സഹകരിക്കുവാൻ പഠിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.